ഞങ്ങൾ ആദ്യമായിട്ട് അപ്പൂൻ്റെ വീട്ടിലെത്തുന്നത് അവൻ്റെ പിറന്നാളിനാണ്. എല്ലാ മാസവും ഞങ്ങളെല്ലാവരും ആരുടെയെങ്കിലും വീടുകളിൽ കൂടും. പാട്ടും ഡാൻസും തമാശയും ഒരുമിച്ചുള്ള അത്താഴവുമെല്ലാം അടിപൊളിയാണ്. ഓരോ വീടുകൾ കഴിയുന്തോറും സംഭവം ഗംഭീരമായിക്കൊണ്ടിരുന്നു. അപ്പു പലപ്പോഴും വരാറില്ല. ഇന്നവൻ്റെ പിറന്നാളായതുകൊണ്ടും വീട്ടിലായതുകൊണ്ടും അവൻ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവൻ വരാത്തതെന്ന് അവൻ്റെ വീട്ടിലെ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അവനോട് ചോദിച്ചില്ല. അങ്ങനെ ഡാൻസും പാട്ടുമോ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും അത്താഴത്തിന് ഒരുമിച്ച് കൂടി. എല്ലാ വീടുകളിലും അത്താഴത്തിന് ശേഷം ഒരു യുദ്ധം കഴിഞ്ഞ പോലെയാണ് ആ വീട്ടിലെ ഊണുമേശകൾ. പാത്രം പോലും ആരും കഴുകാറില്ല. ഈ കാര്യങ്ങളൊന്നും വീടുകളിൽ ആരും പറയാറില്ലെങ്കിലും എനിക്ക് പലപ്പോഴും അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാകാറുണ്ട്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം ചെയ്യാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണ് അപ്പൂൻ്റെ വീട് മുതൽ ആ ഒരു ശീലം മാറ്റാൻ ഞാൻ തീരുമാനിച്ചത്. അത് അപ്പൂൻ്റെ വീട്ടുകാർക്ക് കൂടെ സന്തോഷമാവും. സാധാരണഗതിയിൽ അവസാനം പാത്രം കഴുകാറുള്ള ഞാൻ ആദ്യം പോയി കഴുകി. ഞാൻ വിചാരിച്ച് ബാക്കി എല്ലാവരും പഴയതുപോലെ പെരുമാറുമെന്ന്. എന്നാൽ എനിക്ക് തെറ്റി. പാത്രം കഴുകാൻ മാത്രമല്ല, ആ വീട്ടിലെ ഊണുമേശ വരെ അവർ ആവേശത്തോടെ വൃത്തിയാക്കി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ചില കാര്യങ്ങൾ ആരംഭിക്കേണ്ടത് ആദ്യം നമ്മളിൽ നിന്ന് തന്നെയാണ്. ബാക്കിയെല്ലാം പുറകെ ശരിയായിക്കോളും.